ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുർഗ് മലായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഒരിക്കൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നാവിന്ന് പോവില്ല. അത്രക്കും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുരുമുളകും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തേക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. 2 ഉള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്നൊന്നുമില്ല. നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ളൊരു കറിയാണ്. അധികം ഓവറായിട്ട് എരിവ് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഉള്ളി ഏകദേശം റെഡിയാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. ഇവിടെ ഞാൻ ഒരു 5-10 കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിലെ മെയിനായിട്ടുള്ള ഒരു ഇത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എങ്കിലും ടേസ്റ്റ് തന്നെയാണ്. നല്ല ഫ്രഷ് ക്രീമും ഇതൊക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിവിടെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ വരികയുള്ളൂ. ഞാൻ ആ സെയിം പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് 2 ഏലക്കയും 2 ഗ്രാമ്പും കുറച്ച് ജീരകവുമാണ്. ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുക്കാം. ശരിക്കും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതാണ് ശരിക്കും ഇടേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ എന്താ ഇത്ര വൈകിയെന്നുള്ളൊരു ഇതേ ഉള്ളൂ. കാരണം നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത തൈര് നമ്മൾ ഇതുപോലെ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ക്രീമി ടെക്സ്ചറൊക്കെ വരാൻ നമുക്ക് തൈര് മസ്റ്റായിട്ട് വേണം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ചിക്കൻ വേവുന്നവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. കുബൂസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഭട്ടൂരയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഭട്ടൂരയുടെ റെസിപ്പി ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണത്.
നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കൂടുതൽ കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മെത്തി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് ആവശ്യത്തിലധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മൂർഗ് മലായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭട്ടൂരൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നവർ ഈ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഈ ഒരു കറി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതാണ് കേട്ടോ ഭട്ടൂര. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്ത് നോക്കണേ.